നമ്മൾ ഈ ജാട എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യൻ ജാട കാണിക്കുന്ന തന്നെ ആവണമെന്നൊന്നുമില്ല. ഏറ്റവും ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ചില സാഹചര്യങ്ങളുമായി ചില മനുഷ്യരുമായിട്ടൊന്നും ഇടപഴകാൻ പറ്റാത്ത ആൾക്കാർ കാണും. അത് അവരുടെ വ്യക്തിത്വത്തിന്റെയോ ജീവിത സാഹചര്യത്തിന്റെയോ ഒക്കെ പ്രശ്നമാണ്. നമ്മൾ വരുന്ന ഒരു ജാടയിട്ട് പൊങ്ങച്ച കാണിച്ച് നടക്കുന്നതാവണമെന്നില്ല. പ്രറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് പോകുമ്പോൾ ഇവർക്ക് ആ സാഹചര്യത്തിന് പരിചയം ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ ആ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇഴുകിച്ചേരണം എന്ന ചിന്തയായിരിക്കും നമുക്ക് ഈ ജാടയായിട്ട് തോന്നപ്പെടുന്ന സാധനം. രണ്ടാമത്തെ ജാട എന്ന് പറയുന്നത് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള മനുഷ്യരായിരിക്കും. അതായത് നേരെ പോയായിരിക്കും ഈ രണ്ടാം ടൈപ്പ് ജാടക്കാരുടെ പ്രത്യേകത. അതായത് എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണം, ശരിയായ രീതിയിൽ കൃത്യമായ വഴിയിലൂടെ നന്നായി നടക്കണം. ഒരു സ്ഥാപനത്തിലേക്ക് വന്നു, എന്നിട്ട് അവിടെ നമ്മൾ ഭയങ്കര ജാട എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടി കാണത്തില്ല. ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു കൈൻഡ് ഓഫ് അവരുടെ ഒരു ജെനുവിനിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ജാടക്കാരുണ്ട്, അവരോട് നിങ്ങൾക്ക് ഏറ്റുമുട്ടാനേ പറ്റില്ല. അത് അവരുടെ കോൺഫിഡൻസിന്റെ ജാടയാണ്, അവരുടെ ആത്മവിശ്വാസത്തിന്റെ. അവർക്ക് നല്ല ധാരണയുണ്ട് അവരെന്താണെന്നും അവരുടെ കഴിവെന്താണെന്നും അവർക്ക് ഏത് ലെവൽ വരെ പോകാൻ പറ്റുമെന്നും അവരോട് ഇടപെടുന്ന ആൾക്കാരുടെ ലെവൽ ഏത് തരത്തിൽ ഇരിക്കുമെന്നും ഇവരുടെ ക്ലാസ് ഏത് സെഗ്മെന്റ് ആണെന്നും ഒക്കെ കൃത്യമായി അവരെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള അവരുടെ വ്യക്തിത്വങ്ങളെ ക്യാരി ചെയ്യുന്ന മനുഷ്യരാണ്. ആ ജാടക്കാരോട് നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റില്ല സാർ. നാലാമത്തെ ജാടക്കാരന് എനിക്കും നിങ്ങൾക്കും അത്ര ഇഷ്ടമല്ലാത്ത അത് അഹങ്കാരം. അതായത് ചിലപ്പോൾ ഇവര് ഒരു എംറ്റി പാത്രമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് വലിയ കഴിവുകൾ കാണില്ല, പ്രത്യേകിച്ച് വലിയ സംഗതികളൊന്നും ആയിരിക്കില്ല, വലിയ സംഭവങ്ങളെ ആയിരിക്കും. പക്ഷേ എന്തോ സംഭവമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ബോധർ ചെയ്യണ്ട, നല്ലത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന്